വെൽക്കം ബാക്ക് ടു ഈ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ബിയോണ്ട് ദി ഹൊറിസോൺസിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്നുള്ള സ്റ്റോറിയാണ് കേട്ടോ. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. Travel at times crosses the frontiers of a myriad explorations of physical features of a landscape and takes us far beyond to the exploration of the real self of a land which is embedded in its customs, traditions and rituals. അപ്പോൾ എന്താ പറയുന്നത്, ട്രാവൽ അറ്റ് ടൈംസ് ക്രോസസ് ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് എ മിറി എക്സ്പ്ലോറേഷൻസ് ഓഫ് ദി ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ ലാൻഡ്സ്കേപ്പ്. ട്രാവൽ എന്ന് പറയുന്നത് ചില സമയത്തെങ്കിലും എങ്ങനെയാണ്, ഫ്രോണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ അതിർത്തി ഓഫ് എ മിറി എക്സ്പ്ലോറേഷൻസ്, വെറും യാത്ര മാത്രമല്ല. എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ യാത്ര മാത്രം ആവാറില്ല. എന്തിൻ്റെ യാത്ര പറയുന്നത്, ഓഫ് ദി ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ ലാൻഡ്സ്കേപ്പ്, ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ, അതായത് നമ്മൾ ചെന്നുപെടുന്ന ഒരു സ്ഥലം, യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തുമല്ലോ, അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രമല്ല ഒരു യാത്രയിൽ എല്ലാ സമയത്തും നടക്കുന്നത്. അത് മാത്രം കാണലല്ല, അത് മാത്രം എക്സ്പ്ലോർ ചെയ്യലല്ല യാത്രകളിൽ ചില സമയങ്ങളും നടക്കുന്നത്. അതിനപ്പുറം എന്താ സംഭവിക്കുന്നത്, ആൻഡ് ടേക്സ് us far beyond to the exploration of the real self of the land which is embedded in its customs, traditions and ritual. ചില സമയമെങ്കിലും ഇറ്റ് ടേക്സ് അസ് ഫാർ ബിയോണ്ട്, അത് അതിനപ്പുറം നമ്മൾ എടുക്കുന്നുണ്ട്. ടു എക്സ്പ്ലോറേഷൻ, എന്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഫ് ദി റിയൽ സെൽഫ് ഓഫ് ദി ലാൻഡ്, ആ ലാൻഡിൻ്റെ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിൻ്റെ റിയൽ സെൽഫിനെയും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈസ് എംബഡഡ് ഇൻ ഇറ്റ്സ് കസ്റ്റം, ട്രഡീഷൻ ആൻഡ് റിച്വൽ. അതെന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, എംബഡഡ് എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുന്നത്. എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ, യാത്ര മാത്രമല്ല, അതിൽ കസ്റ്റംസ്, ആചാരങ്ങൾ, ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ, റിച്വൽസ്, ആചാരങ്ങൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹിയർ ഈസ് എ ട്രാവൽ എക്സ്പീരിയൻസ് ദാറ്റ് അക്വൈൻസ് ആസ് വിത്ത് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ എ ഫിജിയൻ ഐലാൻഡ് റീഡ് ഓൺ. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് അക്വൈൻസ് എന്ന് വെച്ചാൽ പരിചയപ്പെടുത്തുന്നു, ആസ് വിത്ത് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ എ ഫിജിയൻ ഐലാൻഡ്. ഫിജിയൻ ഐലാൻഡിൽ കാണപ്പെടുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ആചാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ പഠിക്കുന്നത് കേട്ടോ, ഈ ഒരു ട്രാവൽ എക്സ്പീരിയൻസിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റീഡ് ഓൺ ചെയ്യാണ്. ദ സാക്രഡ് ടേർട്ടിൽ ഓഫ് കണ്ടാവു, ഇതാണ് നമ്മളുടെ ടൈറ്റിൽ. ഒന്നും കൂടിയാണ്. ഓൺ ദി ഐലാൻഡ് ഓഫ് കണ്ടാവു, പ്രൊനൗൺസ്ഡ് കണ്ടാവു, one of the larger islands of the Fiji group and some 50 miles by water from the capital city of Suva, is the Fijian village of Namuana. അപ്പോൾ എന്താ പറയുന്നത്, ഓൺ ദി ഐലാൻഡ് ഓഫ് കണ്ടാവു, കണ്ടാവു എന്ന് പറയുന്ന ഐലാൻഡിൽ വൺ ഓഫ് ദി ലാർജർ ഐലാൻഡ്സ് ഓഫ് ഫിജി ഗ്രൂപ്പ്. ഈ കണ്ടാവു എന്ന് പറയുന്ന ഐലാൻഡ് ഫിജി ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് എന്നാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് ഉണ്ട്, അതിലെ ഒരു ലാർജസ്റ്റ് ഐലാൻഡാണ് ഈ കണ്ടാവു എന്ന് പറയുന്നത്. ആൻഡ് സം 50 miles by water from the capital city of Suva. ഈ ഫിജി ഐലാൻഡിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സുവയിൽ നിന്ന് 50 miles വാട്ടർ വഴി നോക്കുകയാണെങ്കിൽ, വെള്ളം വഴി നോക്കുകയാണെങ്കിൽ 50 miles അകലെയാണ് ഈ കണ്ടാവു എന്ന് പറയുന്ന ഐലാൻഡ് ഉള്ളത്. ഇസ് ദി ഫിജിയൻ വില്ലേജ് ഓഫ് നമുവാന, അവിടെയാണ് ഈ ഫിജിയൻ വില്ലേജ് ഓഫ് നമുവാന വില്ലേജ് ഉള്ളത്. അതായത് ഈ കണ്ടാവു ഐലാൻഡിലുള്ള ഒരു വില്ലേജാണ് ഈ നമുവാന വില്ലേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫിജി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കണ്ടാവു പറയുന്ന ഒരു ഐലാൻഡ് ഉണ്ട്. ആ കണ്ടാവു പറയുന്ന ഐലാൻഡിലുള്ളൊരു വില്ലേജാണ് നമുവാന വില്ലേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, Namuana nestles at the foot of a beautiful bay adjacent to the government station in Vinisi Harbour. അപ്പോൾ ഈ നമുവാന പറയുന്ന വില്ലേജ് നെസിൽസ് എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദി ഫൂട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ, ഒരു ബ്യൂട്ടിഫുൾ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ബേ, ഉൾക്കടലിൻ്റെ അടിയിലാണ് ഈ നമുവാന എന്ന് പറയുന്ന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അഡ്ജസൻറ്റ് ടു ദി ഗവൺമെൻറ് സ്റ്റേഷൻ ഇൻ വിനീസി ഹാർബർ. അഡ്ജസൻറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അരികെ. വിനീസ് ഹാർബർ ഗവൺമെൻറ് സ്റ്റേഷനിൽ അരികിലായിട്ടുള്ളൊരു ബേ, ആ ബേൻ്റെ താഴെയായിട്ടാണ് ഈ നമുവാന എന്ന് പറയുന്ന വില്ലേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബേ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിക്കാം, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഹിയർ ദി ഐലാൻഡ് ഓഫ് കണ്ടാവു നാരോസ് ഡൗൺ ടു ആൻ isthmus, and by climbing the hill behind Namuana village, one can stand on the saddle and look out to the sea to the south and to the north. അപ്പോൾ എന്താ പറയുന്നത്,
ഇസ്മസ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് കരയിടുക്കെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ സൈഡിലായിട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഐലൻഡ് ഓഫ് കണ്ടാവു നാരോസ് ഡൗൺ ടു ആൻ ഇസ്മസ്. ഈ ഐലൻഡ് ഓഫ് കണ്ടാവു ഐലൻഡ് നാരോ ചെയ്യുന്നത് ഇങ്ങനെ വരുന്നത് ഒരു കരയിടുക്കിലേക്കാണ്. ആൻഡ് ബൈ ക്ലൈംബിംഗ് ദി ഹിൽ ബിഹൈൻഡ് നമുവാന വില്ലേജ്. ഈ നമുവാന വില്ലേജിൻ്റെ പുറകിലായിട്ടൊരു ഇതുണ്ട്, ഹില്ലുണ്ട്. അത് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ one can stand on the saddle and look out to the sea to the south and to the north. saddle എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് നോർമലി മീനിങ് വരുന്നത് ഒരു കുതിരയുടെ പുറത്തുള്ള ഇരിപ്പിടത്തിനെയാണ് നമ്മൾ സെഡിൽ എന്ന് പറയാം. ഓക്കെ, നോർമലി അതാണ് പറയുക. പക്ഷേ ജിയോഗ്രഫിക്കലി സെഡിൽ എന്ന് വെച്ചാൽ മലകളുടെ ഇടയിൽ വരുന്ന ആ പ്ലേസിനെ, രണ്ട് മലകളുടെ ഇടയിൽ വരുന്ന ആ താഴ്ഭാഗത്തെയാണ് സെഡിൽ എന്ന് പറയുന്നത്. ഞാൻ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. ബിഹൈൻഡ് എന്ന് വെച്ചാൽ പിന്നിൽ. അപ്പോൾ ആ ഒരു നമുവാന വില്ലേജിന് പിന്നിലായിട്ടുള്ള ആ ഒരു ഹില്ലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ, അതിൻ്റെ ആ മലയുടെ നടുവിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ആൻഡ് ലുക്ക് ഔട്ട് ടു ദി സീ ടു ദി സൗത്ത് ആൻഡ് ടു ദി നോർത്ത്, നമുക്ക് എന്ത് കാണാൻ പറ്റും? സൗത്തിലോട്ടും നോർത്തിലോട്ടും ഒക്കെ കടൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. Legend says that in the days gone by, the warriors of Kandau slide their canoe on the roller up over the narrow neck of land to save the long journey around the east and the west of Kandau Island. അപ്പോൾ എന്താ പറയുന്നത്? ലെജൻഡ് സേസ്, അതായത് പുരാണങ്ങൾ പറയുന്നത്. കെനോ എന്ന് വെച്ചാൽ ഈ തോണികൾക്കാണ് കെനോ എന്ന് പറയുന്നത്. ഞാൻ സൈഡിലായിട്ട് പിക്ചർ കാണിക്കുക. ഈ ടൈപ്പ് ഓഫ് തോണികൾക്കാണ്. അപ്പോൾ വാരിയേഴ്സ് ഓഫ് കണ്ടാവിലുള്ള വാരിയേഴ്സ് അല്ലെങ്കിൽ സോൾജിയേഴ്സ് അവരുടെ ഈ തോണികളൊക്കെ ഒരു റോളർ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നാരോ നെക്ക് ഓഫ് ഐലൻഡ് ടു സേവ് ദി ലോങ് ജേർണി അറൗണ്ട് ദി ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ് ഓഫ് കണ്ടാവിൻ്റെ ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടുള്ള ആ ജേർണി ലോങ്, അതിൻ്റെ ആ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ തോണി ഒരു റോളർ വെച്ചിട്ട് ഇങ്ങനെ ഈ കണ്ടാവു ഐലൻഡിലൂടെ കൊണ്ടുപോയ കഥകളാണ് കേട്ടോ പറയുന്നത്. ഐതിഹ്യമായിട്ടുള്ള കഥകളാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അതായത് ഒരു ഐലൻഡാണ്, ആ ഐലൻഡിൻ്റെ അപ്പുറവും ഇപ്പുറവും സീ ആണുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ഈ തോണികൾ ഈ ഐലൻഡിലൂടെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. The women of Namwana village still preserves a very strange ritual, that of calling turtles from the sea. അപ്പോൾ ഈ നമുവാന വില്ലേജിലുള്ള സ്ത്രീകൾ ഇപ്പോഴും അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പ്രിസർവ് എന്ന് വെച്ചാൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു റിച്വൽ ഉണ്ട്, ഒരു പ്രത്യേകതരം ആചാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദി സീ. ടേർട്ടിൽസ് കടലാമകളെ കോൾ ചെയ്യുന്നത്, വിളിക്കുന്നത്, കടലിൽ നിന്ന് കടലാമകളെ വിളിക്കുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു റിച്വൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. If you visit Namwana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliff of a rocky headland. അപ്പോൾ എന്താ പറയുന്നത്? If you visit Namwana village to see the turtle calling, ഈ കടലാമകളെ വിളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമുവാന വില്ലേജിലോട്ട് പോയി കഴിഞ്ഞാൽ, സ്കൂണർ എന്ന് പറയുന്നത് പാഴ്ക്കപ്പലിനാണ് കേട്ടോ. ഞാൻ പിക്ചർ കാണിക്കാം. അപ്പോൾ ആങ്കർ എന്ന് വെച്ചാൽ ഒരു കപ്പൽ വെള്ളത്തിൽ നിശ്ചലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ലോഹം ആയിട്ടുള്ള ഉപകരണമാണ് ഈ ആങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കപ്പൽ സ്റ്റോപ്പ് ചെയ്യണം. എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്? നിങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ആ പായ്ക്കപ്പൽ സ്റ്റോപ്പ് ചെയ്യണം. എവിടെ സ്റ്റോപ്പ് ചെയ്യണം? ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദി ക്ലിഫ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. ഹെഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കടൽ തീരത്തുള്ളൊരു ഉയർന്ന ഭാഗത്തിനെയാണ് ഹെഡ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഈ ബേൻ്റെ അവിടെയുള്ളൊരു ക്ലിഫ് ഉണ്ട്. ക്ലിഫ് എന്ന് വെച്ചാൽ പാറക്കൂട്ടുണ്ട്. അതിൻ്റെ അവിടെയുള്ളൊരു ഹെഡ്ലാൻഡിൻ്റെ അവിടെ നിങ്ങളുടെ കപ്പൽ നിർത്തേണ്ടതായിട്ട് വരും. ഈ സംഭവം കാണണമെങ്കിൽ, ഈ ഒരു റിച്വൽ കാണണമെങ്കിൽ, യു ലാൻഡ് ഓൺ ദി ബീച്ച് ആൻഡ് ദെൻ ഈദർ സിറ്റ് ഓൺ ദി റോക്ക് അണ്ടർ ദ ബ്ലെഫ്സ് ഓൺ ദി ബീച്ച് ഓർ ക്ലൈംബ് എ റോക്കി ട്രാക്ക് to a point some 150 or 200 feet up the rock face. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? You land on the beach and then either sit on the rock under the cliff on the beach. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിച്വൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അവിടെ ആ ക്ലിഫിൻ്റെ താഴെയായിട്ട് വരുന്ന ആ ഒരു ബീച്ചിലായിട്ട് വരുന്ന റോക്കിൻ്റെ മുകളിൽ ഇരിക്കണം. അല്ലെങ്കിൽ
Climb a rocky track to a point some 150 or 200 feet up the rock face. ഈ റോക്ക് ഫേസിൻ്റെ ഈ മേലുള്ള 150-200 അടി മേലെയുള്ളൊരു റോക്ക് ഫേസിൻ്റെ മേലെ ക്ലൈംബ് ചെയ്തിട്ട് അവിടെ ഇരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിൻ്റെ അവിടെയുള്ള റോക്കുമ്മ ഇരിക്കാം, അല്ലെങ്കിൽ 150-200 അടി മുകളിൽ പോയിട്ടുള്ള ഈ ഒരു റോക്കിൻ്റെ മേലെ ഇരുന്നാൽ ഈ റിച്വൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഹിയർ യു ഹാവ് എ സ്പ്ലെൻഡഡ് വ്യൂ ആൻഡ് വിൽ ഫൈൻഡ് അസംബിൾഡ് ഓൾ ദി മെയ്ഡൻസ് ഓഫ് ദി വില്ലേജ് ഓഫ് നമുവാന സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ യു ഹാവ് എ സ്പ്ലെൻഡഡ് വ്യൂ. സ്പ്ലെൻഡഡ് എന്ന് വെച്ചാൽ ഗംഭീരമായിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് വിൽ ഫൈൻഡ് അസംബിൾഡ് ഓൾ ദി മെയ്ഡൻസ് ഓഫ് ദി വില്ലേജ് ഓഫ് നമുവാന. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നമുവാനയിലെ കന്യകമാർ, മെയ്ഡൻ എന്ന് വെച്ചാൽ കന്യകമാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്, ഒത്തുകൂടി നിൽക്കുന്നതായിട്ട്, അസംബിൾ ചെയ്ത് നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരെന്തിനാണ് അസംബിൾ ചെയ്യുന്നത്, സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻറ്റ്, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു ചാൻറ്റ് എന്ന് വെച്ചാൽ മന്ത്രിക്കുന്ന വേർഡിനാണ് ചാൻറ്റ് എന്ന് പറയുന്നത്. ഒരു വിചിത്രമായിട്ടുള്ള ഒരു മന്ത്രം അവർ പാടുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആസ് ദേ ചാൻറ്റ്, ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദി വാട്ടർ ഓഫ് ദി ബേ, you will see giant turtles rise one by one to lie on the surface listening to the music. അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം കേൾക്കുന്ന ആ ടൈമിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, കെയർഫുള്ളായിട്ട് ആ വെള്ളത്തിലോട്ട് നോക്കുകയാണെങ്കിൽ, യു വിൽ സീ ജെയിൻ ടേർട്ടിൽസിനെ, വലിയ കടലാമകളെ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. 1 by 1 ആയിട്ട്, ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ടു ലൈ ഓൺ ദി സർഫേസ്, ആ വെള്ളത്തിൻ്റെ സർഫേസിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് അവർ പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിസണിങ് ടു ദി മ്യൂസിക്, ആ മ്യൂസിക് കേട്ടുകൊണ്ട്, ആ മന്ത്രം കേട്ടുകൊണ്ടായിരിക്കും അവർ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൊങ്ങി വരുന്നത്. ദിസ് ഈസ് നോട്ട് എ ഫെയറി ടെയിൽ, ഇതൊരു ഫെയറി ടെയിൽ അല്ല, ഒരു കെട്ടുകഥയല്ല. It actually does take place and the water in this area is forbidden for the fishing of turtles. അപ്പോൾ ഇത് ശരിക്കും നടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അങ്ങനെ അവർ ചാറ്റ് ചെയ്യുമ്പോൾ, അവർ മന്ത്രിക്കുമ്പോൾ ഇങ്ങനെ കടലാമകൾ പൊന്തി വരുന്ന ഈ ഒരു കാഴ്ച എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ആൻഡ് വാട്ടർ ഇൻ ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ ഫോർ ദി ഫിഷിംഗ് ഓഫ് ടർട്ടിൽസ്. ഈ ഭാഗത്തുള്ള വെള്ളം എന്ന് പറയുന്നത്, അവിടെ ഈ കടലാമകളെ ഫിഷ് ചെയ്യുന്നതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തുള്ള കടലാമകളെയൊന്നും ഫിഷ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്, ഫോർബിഡൻ ആണ്. Another interesting sideline to this performance is that if any member of the nearby village of Nabukelavu is present, the turtle will not rise to the surface of the bay and the turtle calling will have to be abundant. അപ്പം എന്താ പറയുന്നത്, വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ടു ദിസ് പെർഫോമൻസ് ഈസ് ദാറ്റ് ഇഫ് എനി മെമ്പർ ഓഫ് ദി നിയർബൈ വില്ലേജ് ഓഫ് നബുക്കലേവ് ഈസ് പ്രസൻറ്റ്. ഈ നമുവാനേൻ്റെ നിയർ ബൈ ആയിട്ടുള്ള അടുത്തുള്ളൊരു വില്ലേജാണ് ഈ നബുക്കലേവ്. അവിടുത്തെ ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും ആളുകൾ ഇവിടെ പ്രസൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ദെൻ ദ ടേർട്ടിൽ വിൽ നോട്ട് റൈസ് ടു ദി സർഫേസ് ഓഫ് ദി ബേ. അപ്പോൾ ഈ കടലാമകൾ ഈ വെള്ളത്തിൻ്റെ മുകളിലോട്ട് വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനൊരു ഇതാണ് വിശ്വാസമാണ് അവിടെ ഉള്ളത്. ഈ നബുക്കലേവിലെ ആരെങ്കിലും ഈ ഒരു റിച്വൽ നടക്കുന്ന ടൈമിൽ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കടലാമകൾ പൊങ്ങി വരില്ല എന്നുള്ളൊരു വിശ്വാസം. ആൻഡ് ദി ടേർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബൻഡൻറ്റ്. അങ്ങനൊരു ആൾ അവിടെ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ടേർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബൻഡൻറ്റ്. ഈ ഒരു സംഭവം, ഈ ആമകളെ വിളിക്കുന്ന ആ സംഭവം അവർക്ക് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരികയാണ്. അബൻഡൻ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ആസ് ഈസ് യൂഷ്വലി ദ കേസ് വിത്ത് such strange ceremonies and customs in Fiji, the turtle calling is based on an ancient legend still passes on from father to son among the Fijian people of Kandavu. അപ്പോൾ എന്താ പറയുന്നത്, ആസ് ഈസ് യൂഷ്വൽ ദ കേസ് വിത്ത് സച്ച് സ്ട്രേഞ്ച് സെറിമണീസ് ആൻഡ് കസ്റ്റംസ്. ഇതേപോലെ കാണപ്പെടുന്ന എല്ലാ സെറിമണീസിനെയും ആചാരങ്ങളെയും പോലെ തന്നെ ഫിജിയിലുള്ള ഈ ആചാരവും, ദ ടേർട്ടിൽ കോളിംഗ്, ഈ ടേർട്ടിൽ കോളിംഗ് ചെയ്യുന്ന ആ ആചാരവും ഈസ് ബേസ്ഡ് ഓൺ എൻ ആൻഷ്യൻ ലെജൻഡ് സ്റ്റിൽ പാസ്ഡ് ഓൺ ഫ്രം ഫാദർ ടു സൺ. ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, പുരാതനമായിട്ടുള്ള ഈ ഐതിഹ്യങ്ങളുടെ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് പാസ്ഡ് ഓൺ ഫ്രം ഫാദർ ടു സൺ, അതാദ്യം അച്ഛനിൽ നിന്ന് മക്കളിലോട്ട് ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. എമംഗ് ദ ഫിജിയൻ പീപ്പിൾ ഓഫ് കണ്ടാവു, ഇതൊക്കെ പാസ് ചെയ്ത് ഫിജിയൻ പീപ്പിൾ ഓഫ് കണ്ടാവുവിൻ്റെ എല്ലാവരുടെയും എമംഗ് ഉള്ളൊരു റിച്വലാണ് ഇതെന്ന് പറയാണ്. എല്ലാ റിച്വലിനെയും പോലെ തന്നെ ഇതിങ്ങനെ പാസ് ഓൺ ചെയ്യാനാണ്, അച്ഛനിൽ നിന്ന് മക്കളിലോട്ട് ഇങ്ങനെ പാസ് ഓൺ ചെയ്യുന്ന ഒരു റിച്വൽ തന്നെയാണ് ഇത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഐതിഹ്യം തുടങ്ങിയിട്ടുള്ള ആ കഥനെ കുറിച്ചാണ് കേട്ടോ. മെനി ഇയേഴ്സ് എഗോ ഇൻ ദി ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാന on the island of Kandavu lived a very lovely princess called Tinai Koboga, who
who was the wife of the chief of Namwana village. അപ്പോൾ എന്താ പറയുന്നത്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇൻ ദി ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമാന എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ വില്ലേജ് ഒരു ലവ്ലി ആയിട്ടുള്ള ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. ആ പ്രിൻസസിൻ്റെ പേരാണ് ടിനായിക്കോബോഗ. അവർ നമ്വാന വില്ലേജിലുള്ള തലവൻ്റെ വൈഫാണ് കേട്ടോ ഈ ടിനായിക്കോബോഗ. Tinaicoboga had a charming daughter called Rhodalis. അപ്പോൾ ഈ ടിനായിക്കോബോഗയ്ക്ക് ഒരു ചാമിങ് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടാൽ കൊതിക്കുന്ന ഒരു മകളുണ്ട്. അവരുടെ പേരാണ് റോഡാലിസ്. ആൻഡ് ദി ടു വുമൻ ഓഫൻ വെൻറ്റ് ഫിഷിംഗ് ഓൺ ദി റീഫ്സ് അറൗണ്ട് ദിയർ ഹോം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഫിഷിങ്ങിന് പോകും. അവരുടെ വീടിൻ്റെ അടുത്തുള്ള പാറക്കെട്ട്, റീഫ്സ് എന്ന് വെച്ചാൽ പാറക്കെട്ടിൻ്റെ അവിടെ ഫിഷിങ്ങിന് പോകാറുണ്ട് കേട്ടോ. വൺസ് ടിനാക്കോബോഗ ആൻഡ് റോഡാലിസ് വെൻറ്റ് ഫർദർ അഫീൽഡ് ദാൻ യൂഷ്വൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ടിനാക്കോബോഗയും അതേപോലെ തന്നെ റോഡാലിസും വെൻറ്റ് ഫർദർ എന്ന് വെച്ചാൽ കൂടുതൽ, അഫീൽഡ് എന്ന് വെച്ചാൽ വയലിൽ, ദാൻ യൂഷ്വൽ അവർ നോർമലി പോകുന്നതിലേറെ കൂടുതലായിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വയലിലൂടെ പോയി. They wandered out onto the submerged reefs which stretch out from the rocky headland to the east of the bay on which Namwana village is situated. They wandered എന്ന് വെച്ചാൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനാണ് wandered എന്ന് പറയുന്നത്. ഔട്ട് ഓൺ ടു ദി സബ്മേർജ് എന്ന് വെച്ചാൽ മുങ്ങിക്കിടക്കുന്നതിനാണ് സബ്മേർജ് എന്ന് പറയുന്നത്. റീഫ്സ് മുങ്ങിക്കിടക്കുന്ന ഈ പാറക്കെട്ടുകളുടെ അവിടേക്ക് അങ്ങനെ പോവാണ് അവർ. വിച്ച് സ്ട്രെച്ച്ഡ് ഔട്ട് ഫ്രം ദി റോക്കി ഹെഡ്ലൈൻ ടു ദി ഈസ്റ്റ് ഓഫ് ദി ബേ. ഈ ബേൻ്റെ അവിടേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഒരു മുങ്ങിക്കിടക്കുന്ന ആ ഒരു പാറക്കെട്ടിൻ്റെ അവിടേക്ക് അവരിങ്ങനെ ഫർദറായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. They become so engrossed with their fishing that they do not notice the stealthy approach of a great war cannon filled with fishermen from the nearby village of Nebuchadnezzar. അപ്പോൾ എന്താ പറയുന്നത്, അവർ ദേ ബിക്കം സോ എൻഗ്രോസ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് മുഴുകുക. അവർ ഭയങ്കര മുഴുകി അവരുടെ ആ ഫിഷിങ്ങിൽ ഭയങ്കരമായിട്ട് മുഴുകിയിട്ട് ദേ ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്റ്റെൽത്തി അപ്രോച്ച് ഓൺ. സ്റ്റെൽത്തി എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള അങ്ങനെ പതുങ്ങി വരുന്ന അതിനാണ് സ്റ്റെൽത്തി എന്ന് പറയുന്നത്. അപ്രോച്ച് ഓഫ് ദി വാർ കനോൺ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വഞ്ചിയാണ് ഈ വാർ കനോൺ. അപ്പോൾ ആ ഒരു വഞ്ചിയുടെ വരവ് അവർ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അവർ ഇതിൽ മുഴുകി കിടക്കണം ഈ ഫിഷിങ്ങിൽ. ഫിൽഡ് വിത്ത് ഫിഷർമെൻ. ആ വഞ്ചിയിൽ മൊത്തമുള്ളത് ഫിഷർമെൻസ് ആണ് കേട്ടോ. ഫ്രം ദി നിയർ ബൈ വില്ലേജ് ഓഫ് നെബുക്കലവ് എന്ന് പറയുന്ന വില്ലേജിലെ ഫിഷർമെൻസ് ആണ് ഈ ഒരു വഞ്ചിയിലുള്ളത് കേട്ടോ. ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഷാഡോ ഓഫ് മൗണ്ട് വാഷിംഗ്ടൺ, ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഓൺ കണ്ടാവു ഐലാൻഡ്. അപ്പോൾ ഇതെവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, നെബുക്കലവ് സിറ്റുവേറ്റ് ചെയ്യുന്നത് is situated in the shadow of Mount Washington. Situated in the shadow എന്ന് പറയുന്നത് located very near to എന്നാണ് കേട്ടോ. അപ്പോൾ മൗണ്ട് വാഷിങ്ടണിനെ വെരി നിയർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ നെബുക്കലവ് എന്ന് പറയുന്ന വില്ലേജ്. ഈ മൗണ്ട് വാഷിങ്ടൺ എന്ന് പറയുന്നത് കണ്ടാവു ഐലാൻഡിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ് കേട്ടോ. ടുഡേ മൗണ്ട് വാഷിങ്ടൺ ഈസ് വെൽ നോൺ ടു മറൈനേഴ്സ് ബിക്കോസ് ദർ ഈസ് എ സ്പ്ലെൻഡഡ് ലൈറ്റ് ഹൗസ് ദെയർ വാർണിംഗ് ദം ഓഫ് ദി ഡേഞ്ചേഴ്സ് ഓഫ് ദി റോക്കി കോസ്റ്റ് ലൈൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് മൗണ്ട് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് നാവികർക്കിടയിലൊക്കെ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം എന്താ, അവിടെ ഭയങ്കര വലിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് ഹൗസ് ഉള്ളത്? വാർണിംഗ് ദം ഓഫ് ദി ഡേഞ്ചേഴ്സ് ഓഫ് റോക്കി കോസ്റ്റൽ. ആ തീരപ്രദേശത്തുള്ള ആ റോക്കി ആയിട്ടുള്ള ആ തീരപ്രദേശത്തിനെ കുറിച്ചുള്ളൊരു വാർണിംഗ് കൊടുക്കുന്ന രീതിയിൽ ഒരു ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, suddenly the fishermen left from their canoe and seized the two women, bound their hands and feet with wine. അപ്പോൾ എന്താ പറയുന്നത്, പെട്ടെന്ന് തന്നെ ഈ ഫിഷർമാൻ ലെഫ്റ്റ് എന്ന് വെച്ചാൽ കുതിച്ചു, ഫ്രം ദെയർ കനോ അവരുടെ വഞ്ചിയിൽ നിന്ന് വേഗം ചാടിയിട്ട് ഈ രണ്ട് വിമൻസിന് കീഴടക്കുകയാണ് കേട്ടോ. അവർ സീസ് ചെയ്യാണ്. ബൗണ്ട് ദെയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വെയിൻ. ബന്ധിക്കുക, ബൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക. അവരുടെ കൈകാലുകൾ ഒരു മുന്തിരി വള്ളി കൊണ്ട് ബന്ധിച്ചു. ടോസ് ദം ഇൻ ടു ദി ബോട്ടം ഓഫ് കനാൽ. അവർ ഈ സ്ത്രീകളെ ടോസ് ദം അവരെ വലിച്ചിട്ട് ഇടുകയാണ് ഈ വഞ്ചിയിലോട്ട്, അവരെ വലിച്ചിടുകയാണ്. ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹാസ്റ്റ് ഫോർ ഹോം. സെറ്റ് ഓഫ് എന്നുള്ള ടോമിൻ്റെ മീനിങ് യാത്ര തിരിക്കുക. ഹാസ്റ്റ് എന്ന് വെച്ചാൽ തിടുക്കത്തിൽ അവർ അവരുടെ വീട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. Although the women pleaded for their lives, the cruel warriors from Nebuchadnezzar did not listen to their entreaties. അപ്പോൾ എന്താ പറയുന്നത്, although the women pleaded എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ അവരുടെ ജീവന് വേണ്ടിയിട്ട് അപേക്ഷിച്ചെങ്കിലും the cruel warriors from നെബുക്കലേവിലുള്ള ക്രൂരന്മാരായിട്ടുള്ള ഈ വീരവ്യക്തികൾ from Nebuchadnezzar did not listen to their entreaties. അവരുടെ ഈ അപേക്ഷകളൊന്നും അവർ
ചെവി കൊണ്ടില്ല. ഓക്കെ, അവർ കേട്ടില്ല. The god of the sea, however, were kind, and soon a great storm arose and the canoe was tossed about by huge waves which almost swept it. അപ്പം എന്താ പറയുന്നത്, the god of sea, കടൽ ദൈവങ്ങൾ, however was kind, ദയുള്ളവരായിരുന്നു, and soon, പെട്ടെന്ന് തന്നെ, a great storm arose, ഒരു വലിയ കാറ്റ് വീശി കേട്ടോ, ഒരു വലിയൊരു സ്റ്റോം വന്നു. അങ്ങനെ ഈ വഞ്ചി ഒരു ടോസ്റ്റ് ചെയ്തു പറഞ്ഞാൽ കുലുക്കുകയാണ് ഇവിടുത്തെ ടോസ്റ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ്. ഈ വഞ്ചി കുലുങ്ങാൻ തുടങ്ങി. ബൈ ഹ്യൂജ് വേവ്സ്, ഈ വലിയ വേവ്സ് കാരണം, സ്റ്റോം അടിക്കുകയാണ്, അപ്പോൾ വലിയ വേവ്സ് വരും. അപ്പോൾ ആ വേവ്സ് കാരണം ഈ വഞ്ചി കുലുങ്ങുകയാണ് കേട്ടോ. സ്വംഡ് എന്ന് വെച്ചാൽ മുങ്ങി പൊങ്ങുന്നതിനാണ് സ്വം എന്ന് പറയുന്നത്. As the canoe foundered in the sea, the fisherman was astounded to notice that two women lying in the water in hold of the canoe had suddenly changed into turtles. അപ്പോൾ എന്താ പറയുന്നത്, ആ വഞ്ചി കടലിൽ മുങ്ങിപ്പോകുന്ന ആ ടൈമിൽ, ഫൗണ്ടേഡ് എന്ന് വെച്ചാൽ മുങ്ങിപ്പോവുക. ദ ഫിഷർമാൻ വാസ് അസ്റ്റൗണ്ടഡ് ടു നോട്ടീസ് ദാറ്റ് ടു വുമൻ, ഫിഷർമാൻസ് എന്താണ്, അമ്പരന്നു. അസ്റ്റോണ്ട് എന്ന് പറഞ്ഞാൽ അമ്പരന്നു. ടു നോട്ടീസ് ദാറ്റ് ടു വുമൻ, ഈ രണ്ട് വുമനെയും കണ്ടിട്ട് അവർ അമ്പരന്നു. ലൈങ് ഇൻ ദി വാട്ടർ ഇൻ ദി ഹോൾഡ് ഓഫ് കനോൺ ഹാഡ് സഡൻലി ചേഞ്ച്ഡ് ഇൻ ടു ടേർട്ടിൽസ്. അവർ പെട്ടെന്ന് തന്നെ ആ വുമൻസ് ടേർട്ടിൽസ്, കടലാമകളായിട്ട് മാറി എന്നാണ് പറയുന്നത്. ആൻഡ് ടു സേവ് ദെയർ ഓൺ ലൈഫ്സ് ദ മെൻ സീസ്ഡ് ദം ആൻഡ് ത്രോ ദം ഇൻ ടു ദി സീ. അപ്പോൾ അവരുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തികൾ എന്താ ചെയ്തത്, ഈ ഫിഷർമാൻസ് എന്താ ചെയ്തത്, അവർ ഇവരെടുത്തിട്ട്, ഈ ടേർട്ടിൽസിനെ എടുത്തിട്ട് കടലിലോട്ട് ഇട്ടു. ഓക്കെ, ഈ സ്ത്രീകളാണ് ടേർട്ടിൽസ് ആയിട്ട് മാറിയിട്ടുള്ളത്, അവരെടുത്തിട്ട് കടലിലോട്ട് ഇട്ടു. As they slipped over the side of the canoe, the weather changed and there were no more waves. വഞ്ചിയിൽ നിന്ന് ഈ സ്ത്രീകളെ പുറത്തേക്ക് ഇട്ടതും ഇത് വെതർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ വേവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദ നെബുക്കലേവ് ഫിഷർമാൻ കണ്ടിന്യൂഡ് ദെയർ ജേർണി ബാക്ക് ടു ദെയർ ഹോം വില്ലേജ്. അങ്ങനെ ഈ നെബുക്കലേവിലുള്ള ഫിഷർമാൻസ് അവർ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. ആൻഡ് ദി ടു വുമൻ ഫ്രം നമുവാന ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ടു ടേർട്ടിൽസ് ലീവ്ഡ് ഓൺ ഇൻ ദി വാട്ടർ ഓഫ് ദി ബേ. ഇവിടെ ഈ രണ്ട് സ്ത്രീകളായിട്ടുള്ള നമുവാനയിൽ നിന്നുള്ള ആ രണ്ട് സ്ത്രീകളും ഈ ടേർട്ടിൽസായി മാറിയല്ലോ, കടലാമകളായിട്ട് മാറിയല്ലോ, അവർ ആ വെള്ളത്തിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. It is their descendant today who rise from the water when the maidens of their own village sing songs to them from the cliffs. അപ്പോൾ എന്താ പറയപ്പെടുന്നത്, ഇറ്റ് ഈസ് their descendant എന്ന് വെച്ചാൽ പിൻഗാമികൾ. ഇത് അവരുടെ പിൻഗാമികളാണ്. ഈ കടലിലുള്ള സ്ത്രീകൾ ആമകളായി മാറിയല്ലോ, ആ ആമകളുടെ പിൻഗാമികളാണ് ഇപ്പോൾ ഇവർ ഈ മെയ്ഡൻസ് ആയിട്ടുള്ള ഈ കന്യകമാർ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് അവരാണ് എന്നുള്ള വിശ്വാസമാണ് ഇവർക്കുള്ളത് കേട്ടോ. The translation of the strange song which is chanted on such occasion is as follows. അപ്പോൾ അവർ ഈ പാടുന്ന പാട്ടിൻ്റെ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് വേർഷൻ ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ദ വുമൻ ഓഫ് നമുവാന ആർ ആൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. മോർണിംഗ് എന്ന് വെച്ചാൽ വിലാപം. ഓക്കെ, അവർ സങ്കടം സൂചിപ്പിക്കുന്ന പോലെ അവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. ഈച്ച് ക്യാരീസ് എ സാക്രഡ് ക്ലബ് ഈച്ച് ടാറ്റോഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. അവരെല്ലാവരുടെ കയ്യിലും ഒരു സാക്രഡ്, ഒരു വിശുദ്ധമായിട്ടുള്ളൊരു വടിയുണ്ട്. ഈച്ച് ടാറ്റോഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ, അതിലെല്ലാത്തിലും ഒരു ടാറ്റോ പോലെ പല പാറ്റേൺസും വരച്ചു വെച്ചിട്ടുണ്ട്. ഡു റൈസ് ടു ദ സർഫേസ് റോഡാലിസ് സോ വി മേ ലുക്ക് അറ്റ് യു. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്, ഡു റൈസ് ടു ദ സർഫേസ് റോഡാലിസിനോട്, അവരുടെ മകളായിട്ടുള്ള റോഡാലിസിനോട് സർഫേസിലോട്ട് വരാൻ പറയാണ്. സോ വി മേ ലുക്ക് അറ്റ് യു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്, ഡു റൈസ് ടു ദ സർഫേസ് നിയാക്കോബോഗ സോ വി മേ ആൾസോ ലുക്ക് അറ്റ് യു. നിയാക്കോബോഗ എന്ന് പറയുന്ന ആ മദറിനോടും സർഫേസിലോട്ട് വരാൻ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെ കാണാമല്ലോ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു മന്ത്രത്തിൻ്റെ വരികൾ. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വരികൾ. ഇനി എന്താ പറയുന്നത്, യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദി ലെഗൻസ് ബട്ട് യു കനോട്ട് ഡൗട്ട് ദി ഫാക്ട് ദാറ്റ് ദ chanting of this strange song does in fact lure the giant turtles to the surface of the blue waters of the bay near Namuana village on the island of the Kandau. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഐതിഹ്യം നിങ്ങൾക്ക് സംശയിക്കാം. ബട്ട് യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട് ദാറ്റ് ദ ചാൻറ്റിംഗ് ഓഫ് ദി സ്ട്രേഞ്ച് സോങ് ഡസ് ഇൻ ഫാക്ട് ലൂർ ദ ജെയിൻറ്റ് ടേർട്ടിൽസ് ടു ദ സർഫേസ് ഓഫ് ദി ബ്ലൂ വാട്ടർ ഓഫ് ദി ബേ. പക്ഷേ നിങ്ങൾക്ക് സംശയിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ, ആ ഒരു വരികളുള്ള മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ, ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ലൂർ എന്ന് വെച്ചാൽ പ്രലോഭിപ്പിക്കുക, ഈ ജെയിൻ്റായിട്ടുള്ള ഈ കടലാമകളെ സർഫേസിലോട്ട്, വാട്ടറിൻ്റെ സർഫേസിലോട്ട് കൊണ്ടുവരാൻ ഈ പാട്ട്
പാടുമ്പോൾ ഈ ആമകൾ പൊങ്ങി വരാറുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നമ്വാന വില്ലേജ് ഓൺ ദി ഐലൻഡ് ഓഫ് കണ്ടാവു ഐലൻഡിലെ നമ്വാന വില്ലേജിൽ നടക്കുന്ന ഈ ഒരു റിച്വലിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഐതിഹ്യം സംശയിക്കാമെങ്കിലും ഇങ്ങനെ ആമകൾ പൊങ്ങി വരാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിർത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുക. താങ്ക് യു ഫോർ വാച്ചിങ്.